അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു, അതൈതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിതമറാത്തിൻ. അള്ളാഹിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമുട്ട ഞാൻ കൊറിയ കാരക്കവുമായിട്ട് വന്നേ. എന്നിട്ട് ചെന്ന ഉദ്ഉലി യാ റസൂലല്ലാഹ്, നബി നക്ക് ഈ കാരക്കൽ ബർക്കത്ത് കിട്ടുമായിട്ട് ദ്വാരക്കണം നബിയെ എന്നാ ചെന്ന്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടൻ തന്നെ പഠിച്ചവനെ അബൂ ഹുറൈറയുടെ ഈ കാരക്കലിനെ ബർക്കത്ത് ചെയ്യാനേ ചെന്ന് ദ്വാർന്നത്. എന്നിട്ട് ആ കാരക്കലെ കൊടുത്തു ചെന്നു, ഓ അബൂ ഹുറൈറ, ഈ കാരക്കലെ ഒരു ചെറിയ ചീലൽ നീ ആക്കിയോളൂ. ആ ചീലൽ എനിക്ക് എപ്പോൾ വേണം അപ്പം നീ എന്താക്കുക അതെടുത്തിട്ട് തിന്നോളൂ. അതിലെത്ര ഉണ്ടോ ഇട്ടുള്ള നോക്കൂ പോകണ്ട. കൈ ഇട്ടുണ്ടെങ്കിൽ എനിക്ക് കാരക്ക കിട്ടും. ആ കാരക്കരെ തിന്നിട്ട് ഉണ്ടാക്കി ജീവിക്കും ചെന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഞാൻ ആ ചീലയുമായിട്ട് എപ്പോഴും എവിടെ പോകണമെന്ന് എൻ്റെ കയ്യിൽ ആ ചീലക്കിട്. നക്ക് പൈച്ചപ്പോൾ ഞാൻ ആ ചീല കൈയിടേ, അപ്പം നക്ക് കാരക്ക കിട്ടും. എന്നിട്ട് അതിൽ നാ തിന്നടേ. എന്ന് മാത്രമല്ല, എൻ്റെ ചുറ്റുമുത്താറിന് എന്നിങ്ങ് ഉണ്ടെങ്കിൽ അങ്കു ഞാൻ എന്താക്കട ആ കാരയ്ക്ക് കൊടുക്കടേ. അങ്ങനെ ആ കാരയ്ക്ക് ഞാൻ എത്രമാ കാല ഇങ്ങനെ എവിടെ പോകണമെങ്കിലും കൊണ്ടുതന്നു തിന്നെ. ആ കാരയ്ക്ക് എത്ര ഉണ്ടോ ഇട്ട് ഞാൻ എന്താക്കല സെർച്ചാക്കല്ല, ഇന്ന് എത്ര ബാക്കിയുണ്ടോ ഇല്ല, അങ്ങനത്തെ വിഷയമില്ല. കൈ ബേനായപ്പോൾ കൈ ഇട്ടത് അപ്പോൾ നമുക്കത് കാരയ്ക്ക് കിട്ടും. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിട്ട് ഞാൻ കാരയ്ക്ക് ബേനായിട്ട് ദ്വാരക്ക് പോയിട്ട് കൊടുത്തപ്പോൾ കൊറിയ കാരയ്ക്ക ഒരു കയ്യിൽ കിട്ടത്ത കാരയ്ക്ക മാത്രം ഇന്ന്. ആ കാരക്ക എടുത്തിട്ട് ചീലിലിട്ടാൽ പിന്നെ എത്രമാ കാരയ്ക്കെന്നാ അതിൻ്റെ അടുത്ത് തിന്നേ, എത്രമാ ഗോനി കട്ടിലെ കാരയ്ക്കെന്നാ അടുത്ത് തിന്നേ. അല്ലെങ്കിൽ അത് കാലിയാവില്ല. നാനും തിന്നേ, ബാക്കി നമുക്ക് കൊടുത്തോണ്ട് തിന്നെ. ചിലപ്പോൾ നമുക്ക് പൈച്ചെങ്കിൽ ഭക്ഷണമായിട്ട് പോലും ഞാൻ അത് യൂസ് ആക്കിയിട്ട് തിന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം പൂർണ്ണമായിട്ട് അത് ഞാൻ യൂസ് ആക്കിയത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടവും അത് അതേപോലെ നടന്നത്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലും അതുപോലെ ഞാൻ അത് തിന്നോണ്ടിരുന്നെ, ബാക്കി നമുക്ക് കൊടുത്തോണ്ടിരുന്നെ. അത്ഭുതമായ ഒരു ചീലായിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാലഘട്ടം വന്നപ്പോഴും അതുപോലെ അത് നടന്നത്. പക്ഷേ എപ്പോൾ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ മർഡറായിത്ത ഉസ്മാൻ റളിയല്ലാഹുവിനെ അന്യായമായിട്ട് ശത്രുവിനെ കൊന്നു കളഞ്ഞാൽ അണ്ടത്തെ നാളിൽ ഞാൻ ആ കാരക്കൈ കൈയിട്ടേ. സുബ്ഹാനല്ലാഹ്, കാരക്ക കിട്ടില്ല. ഏനാമത്തിൽ നോക്കിയും കാരക്ക കിട്ടിയിട്ടില്ല. വലിയൊരു മുസീബത്തായിട്ട് മുസ്ലിം ലോകത്ത് സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കൊലപ്പെടുത്തൽ. അപ്പോൾ അണ്ടത്തെ നാളിൽ നമുക്ക് കാരക്ക നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അണ്ടത്തെ നാളിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വളരെ ദുഃഖിതനായിട്ട് ഒരു പാട്ട് പാടിത്ത്, ലിന്നാസി അൽ യൗമ ഹമ്മുൻ. എല്ലാ മനുഷ്യന്മാർക്കും ഇന്നത്തെ നാളിൽ ഒരു ദുഃഖമുണ്ട്. പക്ഷേ വലിയ ഫിൽ യൗമി ഹമ്മാനി, ഇന്നത്തെ നാൾ നക്ക് രണ്ട് ദുഃഖമായിട്ടേക്ക്. ഹമ്മുൽ ജറാബി വ ഹമ്മു ഖത്ലിൽ ഉസ്മാനി. ഒന്നും പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊലപ്പെടുത്തിയ ഇന്നത്തെ നാൾ, അതുപോലെ പിന്നൊന്നു നിൻ്റെ കാരയ്ക്ക് നഷ്ടപ്പെട്ടു പോയിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ബുൽപുട്ടു. അപ്പോൾ നോക്കൂ, എന്തൊരു ബർക്കത്തിൻ്റെ നാവായിരിക്കുന്ന ആ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അള്ളാഹു ആ ഹബീബിൻ്റെ ബർക്കത്തിൽ നാളെ ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. നാളെ ശരീരത്തിലെല്ലാ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കി തന്ന് ഗ്രഹിക്കട്ടെ. ആമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്.